പാകിസ്ഥാൻ അതിന്റെ വ്യോമാതിർത്തി പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. നേരത്തെ ഇന്ത്യ സിന്ധൂർ ആക്രമണത്തിലൂടെ തിരിച്ചടിയിലൂടെ പാകിസ്ഥാന് ശക്തമായ താക്കീത് നൽകിയപ്പോൾ പാകിസ്ഥാൻ തിരിച്ചടിക്കുവാൻ സർവ്വശക്തിയും എടുത്ത് തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് അവിടെയുള്ള പ്രധാനമന്ത്രി ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ അവരുടെ തിരിച്ചടികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അതിർത്തി പ്രദേശത്തുള്ള സാധാരണ ജനങ്ങളുടെ ജീവന് നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ടാണ് അവരുടെ ജീവിതം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് പാകിസ്ഥാൻ തിരിച്ചടിക്കുന്നത് എന്നുള്ളതാണ് ദയനീയമായ ചിത്രം. ഒരു അന്തർദേശീയ നിയമത്തിന് മുന്നിലും നീതീകരിക്കാനാകാത്ത പാകിസ്ഥാന്റെ ഈ പ്രവൃത്തിയെ അന്തർദേശീയ രംഗത്ത് രാജ്യങ്ങൾ കുറ്റപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതിർത്തി പ്രദേശത്തുള്ള 15ഓളം ഗ്രാമീണരെ, പാവപ്പെട്ട ഗ്രാമീണരുടെ രക്തം ചിന്തിക്കൊണ്ടാണ് പാകിസ്ഥാൻ സിന്ധൂറിന് മറുപടി പറയുന്നത്. ഇന്ത്യൻ സൈന്യത്തോട് ഏറ്റുമുട്ടാൻ ശേഷിയില്ലാത്ത, കഴിവില്ലാത്ത, നാണം കെട്ട പാകിസ്ഥാൻ സ്വന്തം ജനതയ്ക്ക് അന്നവും ഭക്ഷണവും വസ്ത്രവും കൃത്യമായി നൽകാൻ ശേഷിയില്ലാത്ത പാകിസ്ഥാൻ ഭരണകൂടം ഇന്ത്യക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് കേവലമായിട്ടുള്ള നീതിപ്രവർത്തികളിലൂടെയാണ്. ഇന്ത്യയിലെ സാധാരണ സിവിലിയൻസിന് നേരെ ഇന്ത്യയിലെ 26ഓളം പേരെ കൊന്നൊടുക്കിയ പഹൽഗാമിലുണ്ടായ സംഭവത്തിന് തിരിച്ചടിയെന്നോണം അവരുടെ നാഡീ ഞരമ്പിൽ എന്ന പോലെ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട തീവ്രവാദ കേന്ദ്രങ്ങളെ ഐഡന്റിഫൈ ചെയ്ത് അവരുടെ തീവ്രവാദികൾക്ക് മുകളിൽ ഒരൊറ്റ സിവിലിയന് പോലും നാശനഷ്ടം ഉണ്ടാക്കാതെ വളരെ പ്രിസിഷനോടുകൂടി, കൃത്യതയോടുകൂടി സ്ട്രൈക്ക് നടത്തിയ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ സൈനികമായി പ്രതികരിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും, ന്യൂക്ലിയർ ആയുധം പ്രയോഗിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും, ഇപ്പോൾ അതിർത്തി ഗ്രാമങ്ങളിലെ സാധാരണ നിരായുധരായ സാധാരണ ജനത്തിന് നേരെ വെടിവെച്ചുല്ലസിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇതിന് ശക്തമായ തിരിച്ചടി നൽകുവാൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അവരുടെ അതിർത്തി പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്, വ്യോമത്താവളം പൂർണ്ണമായി അടച്ചിരിക്കുകയാണ്. ആ വ്യോമത്താവളം പൂർണ്ണമായി അടച്ചിട്ട് സാധാരണ അവർ ചേരുന്നത് പാകിസ്ഥാനിൽ നിന്നൊക്കെ വാടകയ്ക്കും ഒക്കെ മറ്റ് പ്രവർത്തിക്കുന്ന പല വിമാന കമ്പനികളും ഒക്കെ ഉണ്ട്, അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ ഇപ്പം സകല വിമാന സർവീസുകളും അവര് നിർത്തിവെച്ചിരിക്കുകയാണ്. 48 മണിക്കൂർ ഇസ്ലാമാബാദും റാവൽപിണ്ടിയും അടങ്ങുന്ന പ്രദേശങ്ങളെല്ലാം നോൺ ഫ്ലൈയിങ് സോണായി, അതായത് വിമാനം പറത്തുന്നത് നിരോധിച്ചുകൊണ്ടുള്ള നോൺ ഫ്ലൈയിങ് സോണായി ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ഇന്ത്യ ഈ നീക്കത്തെ അതീവ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. ഏത് തരത്തിലുള്ള പാകിസ്ഥാനിൽ നിന്നുള്ള എന്ത് തരത്തിലുള്ള നീക്കത്തിനും ശക്തമായി തിരിച്ചടി കൊടുക്കുന്നതിന് കര, നാവിക, വ്യോമസേനകൾക്ക് ഇന്ത്യ ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, ഇന്ത്യ അതിന്റെ അതിർത്തി പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് രാജസ്ഥാൻ അതിർത്തി പങ്കെടുത്ത ഏതാണ്ട് 1034ലധികം കിലോമീറ്ററുകളുണ്ട് രാജസ്ഥാനുമായി പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശം എന്ന് പറയുന്നത്. അവിടെ പൂർണ്ണമായും അടച്ചുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഷെഡ്ലിങ്ങോ, പ്രത്യേകിച്ച് നമുക്കറിയാം ഓപ്പറേഷൻ സിന്ധൂറിന്റെ പശ്ചാത്തലത്തിൽ പല സ്ഥലങ്ങളിലും ഗ്രാമീണർക്ക് നേരെ വെടിയുതിർക്കുകയാണ് പാകിസ്ഥാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു നീക്കം പഞ്ചാബ് പ്രവിശ്യയിലോ പഞ്ചാബിന്റെ പ്രദേശങ്ങളിലോ രാജസ്ഥാനിന്റെ ബോർഡറിലോ മറ്റോ ഉണ്ടായാൽ ഷൂട്ട് അറ്റ് സൈറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നെ തിരിച്ചടിക്കുവാൻ ഇന്ത്യയിലെ അതിർത്തി രക്ഷാ സേനയ്ക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഇനി അടിക്ക് തിരിച്ചടി തന്നെയാണ് മാർഗം. ഇത്രയും നാൾ നമ്മള് ജലം പാകിസ്ഥാന് നൽകി, അവരുടെ അന്നം കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള സകല സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് ധാരാളം സമയം നമ്മളോടൊപ്പം സന്തോഷത്തിന് വേണ്ടിയുള്ള സമാധാനപൂർണമായ മീറ്റിങ്ങുകൾ നടത്തുമ്പോൾ മറുവശത്ത് നുഴഞ്ഞു കയറി പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്ന പാകിസ്ഥാന് സൗകര്യപൂർവ്വം പല കാര്യങ്ങളും നമ്മൾ വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി അത് ഉണ്ടാകില്ല എന്നും ജലവും രക്തവും ഒരുമിച്ചൊഴുകുകയില്ല എന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇതിനോടകം തന്നെ താക്കീത് ചെയ്യുകയും അതിനനുസരിച്ചുള്ള നിലപാടുകൾ സിന്ധു നദീജല കരാറിൽ നിന്ന് പിന്മാറുക വഴി നമ്മൾ സ്വീകരിക്കുകയും ചെയ്തു പോന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ നടത്തുന്ന ഏതൊരു നീക്കവും ആത്മഹത്യപരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഇതിനോടകം തന്നെ ഇസ്ലാമാബാദിലൊക്കെ വളരെ വലിയ മൂവ്മെന്റുകൾ, നിർണായകമായ നീക്കങ്ങൾ നടത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇന്ത്യൻ ഏജൻസിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, പാകിസ്ഥാന്റെ എല്ലാ പ്രദേശത്തും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ശേഖരിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് പലരും ചോദിച്ചു എന്തേ 15 ദിവസം വൈകുന്നത് തിരിച്ചടിക്കാനെന്ന്. ഇപ്പോൾ ആക്രമണം നടത്തിയപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും, പ്രിസിഷനോടുകൂടി, കൃത്യതയോടുകൂടി മറ്റെങ്ങോട്ടും അവരുടെ ഒരു സൈനിക കേന്ദ്രത്തിന് നേരെയും ആക്രമണം നടത്താതെ കൃത്യമായി തിരിച്ചടി കൊടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ അതിർത്തി അടച്ചുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കം നടത്തുവാനുള്ള ഒരു ശ്രമമാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ള വാർത്തകളാണ് ഇന്ത്യയെ തേടി വരുന്നത്. എന്തായാലും അതിർത്തിയിൽ ഏതെങ്കിലും തരത്തിൽ ഇനി ഒരു ഇഞ്ചെങ്കിലും പാകിസ്ഥാൻ മുന്നോട്ട് വരികയാണെങ്കിൽ ശക്തമായി തിരിച്ചടിക്കാൻ തന്നെയാണ് തീരുമാനം.
അപ്പോൾ ഒരുപക്ഷെ സിവിലിയൻസ് എന്നോ സൈനിക കേന്ദ്രങ്ങളെന്നോ കൃത്യമായി ഇന്ത്യ ലക്ഷ്യം വെക്കണമെന്നില്ല. ശക്തമായ തിരിച്ചടിയായിരിക്കും ഇന്ത്യ നൽകാൻ പോകുന്നത് എന്നുള്ളത്, അതായത് ഷൂട്ട് അറ്റ് സൈറ്റ് പോലെ തന്നെയാണ് നമ്മളിപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്ന് ഇന്ത്യയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പാകിസ്ഥാൻ പഞ്ചാബ് അതിർത്തികളിൽ ഏതെങ്കിലും സംശയാസ്പദമായി എന്ത് കണ്ടാലും ശക്തമായി തിരിച്ചടിക്കുവാൻ തന്നെയാണ് നമ്മുടെ അതിർത്തി രക്ഷാ സേനയോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പൂഞ്ചിലൊക്കെ അതിശക്തമായ പാകിസ്ഥാൻ പറഞ്ഞ എന്താ, ഇന്ത്യ തങ്ങളെ ഏതെങ്കിലും തരത്തിൽ ആക്രമിച്ചാൽ തങ്ങൾ ആണവായുധം പ്രയോഗിക്കും. പല തവണ അവിടെ പാകിസ്ഥാൻ പറഞ്ഞു കഴിഞ്ഞു. ഭീരുക്കളായ പാകിസ്ഥാനികൾ യാതൊരു ആയുധവും കയ്യിലില്ലാതെ രാവിലെ പകലന്തിയോളം പണിയെടുത്ത് വന്നിരിക്കുന്ന സാധാരണ കർഷകരായ അതിർത്തി ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് നേരെ വെടി ഉതിർത്തിട്ട് തങ്ങൾ വിജയികളാണെന്ന് പ്രഖ്യാപിക്കും പോലെയാണ് പാകിസ്ഥാന്റെ നീക്കം എന്ന് പറയുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ രാഷ്ട്രവും പാകിസ്ഥാനിലെ പൊതുസമൂഹവും പലപ്പോഴും ഭീകരവാദികളെന്ന് മറ്റുള്ളവർ മുദ്ര കുത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇപ്പോൾ പാകിസ്ഥാൻ സർക്കാരിനെതിരെ അവിടെ തന്നെ ആഭ്യന്തര കലാപം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. പാകിസ്ഥാനിലെ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും സൈന്യങ്ങളും അതുപോലെ തന്നെ ഇസ്ലാമിക ഫണ്ടമെന്റലിസവും ഒക്കെ കൂടി കലർന്ന ഒരു വല്ലാത്ത ഭീകരമായിട്ടുള്ള അവസ്ഥയിലാണ് പ്രവർത്തിക്കുന്നത്. അതിനെ തച്ചു തകർക്കുക എന്നുള്ളതാണ് ഇന്ത്യ കാക്ഷിക്കുന്നത്. എന്തായാലും ഈ അതിർത്തി പൂർണ്ണമായി അടച്ചുകൊണ്ട്, വ്യോമാതിർത്തി പൂർണ്ണമായും അവിടെ നോൺ ഫ്ലൈയിങ് സോണായി പ്രഖ്യാപിച്ചുകൊണ്ട്, ഇന്ത്യയും അതിർത്തി പൂർണ്ണമായും അടച്ചുകൊണ്ട് പരസ്പരം മുഖാമുഖം നിൽക്കുന്ന പോർമുഖം തുറന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ വാർത്ത വരുന്ന നിമിഷവും പല സ്ഥലങ്ങളിൽ നിന്നും പല സ്ഫോടനങ്ങളും നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. ലാഹോറിൽ രാവിലെ സ്ഫോടനം നടന്നതായി ഇതിനോടകം തന്നെ റിപ്പോർട്ട് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. പല അന്തർദേശീയ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പല പ്രദേശത്തും പാകിസ്ഥാൻ തുടർച്ചയായി അതിർത്തിയിൽ ഷെല്ലിംഗ് നടത്തുന്നുണ്ട്. അതിന് ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചതായിട്ടുള്ള വാർത്തകളും ഇന്ത്യൻ സൈന്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ പല പോസ്റ്റുകളും നശിപ്പിച്ചതായിട്ടുള്ള വാർത്തകളും വന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യക്ക് കിട്ടുന്ന ഓരോ അടിക്കും തങ്ങൾ തിരിച്ചടിക്കും. അത് സൈനികമെങ്കിൽ സൈനികം, അതല്ല മറ്റേതെങ്കിലും തരത്തിലാണെങ്കിൽ അങ്ങനെ എന്നുള്ളത് ഇന്ത്യ വളരെ ശക്തമായി വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിന് പാകിസ്ഥാന് തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ധൂറിന് മറുപടിയായി പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ, ഇപ്പോൾ പാകിസ്ഥാൻ ഇസ്ലാമാബാദിൽ വലിയ സൈനിക വിന്യാസം നടത്തുന്നതായിട്ടുള്ള വാർത്തകൾ, അവരുടെ വ്യോമാതിർത്തികളും മറ്റും പൂർണ്ണമായി അടച്ചുകൊണ്ട് അവിടെ സൈനിക വാഹനങ്ങൾക്ക് പോകുവാനുള്ള സുരക്ഷിതമായിട്ടുള്ള താവളമാക്കി പാകിസ്ഥാൻ മാറ്റിയിരിക്കുകയാണ്. പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയെ അവരുടെ F-16 പോർവിമാനങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിനെ ചെറുക്കുവാൻ മിറാഷും മിഗും പോലെയുള്ള അത്യാധുനിക വിമാനങ്ങൾ നമുക്കുണ്ട്. അതുപയോഗിച്ച് നമ്മൾ ശക്തമായി തിരിച്ചടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇന്ത്യയുടെ 5ഓളം വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നുള്ള വീമ്പിളക്കുന്ന പാകിസ്ഥാൻ ഒരൊറ്റ വിമാനത്തിന്റെയും ദൃശ്യം പൂർണ്ണമായി ലോകത്തിന് മുന്നിൽ എത്തിക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ധാരാളം ഫേക്ക് ആയിട്ടുള്ള വാർത്തകൾ, തെറ്റായിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിന് എന്നും മുൻപന്തിയിൽ നിന്നുള്ള പാകിസ്ഥാൻ ആദ്യമേ പറഞ്ഞത് തങ്ങളുടെ സൈനിക രഹസ്യങ്ങൾ മുഴുവൻ, സൈനിക കേന്ദ്രങ്ങളുടെ മുഴുവൻ രഹസ്യ കാര്യങ്ങൾ അവർ ചോർത്തിയെടുത്തു. അതുപോലെ തന്നെ ഇന്ത്യൻ സൈന്യത്തിന്റെ മുഴുവൻ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദിവസവും വാർത്തകൾ വരുന്നുണ്ട്. ഇന്ത്യൻ സൈന്യത്തിന്റെ വിവരങ്ങൾ ഹാക്ക് ചെയ്ത് പോയിട്ട് ഇന്ത്യയിൽ കൃത്യമായി ഒരു ഇൻസ്റ്റലേഷൻ പോലും ഐഡന്റിഫൈ ചെയ്യാൻ പാകിസ്ഥാന് കഴിയുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അവർ നടത്തുന്ന ദുർബലമായിട്ടുള്ള സാധാരണ ജനങ്ങളുടെ നേരെ നടത്തുന്ന ആക്രമണങ്ങൾ. അടി തിരിച്ചടി നൽകുവാനാണെങ്കിൽ, ഇന്ത്യൻ സൈന്യത്തിന് മറുപടി നൽകുവാനാണെങ്കിൽ ധൈര്യമായി ഇന്ത്യൻ സൈന്യത്തെ നേരിടാൻ വരുന്നതിന് പകരം സാധാരണ ജനങ്ങളെ നിറയൊഴിക്കുന്ന പാകിസ്ഥാന്റെ ഈ തരത്തിലുള്ള ഏറ്റവും നീചമായ പ്രവൃത്തിയെ തീർച്ചയായും ഓപ്പറേഷൻ സിന്ധൂറിൽ എന്ന പോലെ മറ്റൊരു മറുപടി നൽകിക്കൊണ്ട് തീർച്ചയായും പാകിസ്ഥാനെ കൂടുതൽ പ്രതിരോധത്തിലാക്കും നമ്മളെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.